നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഞ്ജന പൊതുവാൾ. 2026 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയുള്ള കാലഘട്ടം ഓരോ കൂറുകാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂലമായ ആഴ്ചയാണിത്. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അവ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാഹചര്യം തെളിയും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അനുയോജ്യമായ സമയമാണ്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലഭ്യത ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മുമ്പ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ ചെലവുകൾ വരാതെ ശ്രദ്ധിക്കുക. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ സമയമാണിത്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാങ്കേതിക മേഖലയിലുള്ളവർക്ക് പ്രായോഗികമായ അറിവ് നേടാൻ അവസരമുണ്ടാകും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ നൽകുക. ഈ ആഴ്ചത്തെ ഗുണഫലം: കാര്യതടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. ജാഗ്രത, എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. നിലവിലുള്ള ജോലിയിൽ ചില അസംതൃപ്തികൾ തോന്നാമെങ്കിലും പെട്ടെന്നുള്ള മാറ്റം ഗുണകരമാകില്ല. കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നേക്കാം. ബിസിനസ്സിൽ ലാഭം കുറയാൻ സാധ്യതയുള്ളതിനാൽ പുതിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. അനാവശ്യ യാത്രകൾ ജോലിഭാരം വർദ്ധിപ്പിക്കും. സാമ്പത്തികമായി മിതമായ ആഴ്ചയായിരിക്കും. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രം പണം ചിലവഴിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും രേഖകൾ കൃത്യമായി പരിശോധിക്കുക. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാം. പഠനത്തിൽ അലസത വരാൻ സാധ്യത കാണുന്നു. ഏകാഗ്രത നിലനിർത്താൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. കലാകായിക രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ നേരിടാമെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ അവ പരിഹരിക്കപ്പെടും. അമിതമായ മാനസിക സമ്മർദ്ദമോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ആഴ്ചയുടെ അവസാനത്തോടെ മാനസിക സന്തോഷം ലഭിക്കും. പണമിടപാടുകളിലും ജാമ്യം നിൽക്കുന്നതിലും ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്.
മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും മാനസിക സന്തോഷം ലഭിക്കുകയും ചെയ്യും. ആഗ്രഹങ്ങൾ സഫലമാകുന്ന വാരമാണിത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ മാറ്റത്തിനോ സാധ്യത കാണുന്നു. IT, ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് ജോലിയിൽ തിളങ്ങാൻ സാധിക്കും. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കാനും വിപുലീകരിക്കാനും അനുകൂലമായ സമയമാണിത്. വരുമാനത്തിൽ വർധനവുണ്ടാകും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ചെറിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടായേക്കാം. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുന്ന വാരമാണിത്. വീടോ വാഹനമോ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കും. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ അവസാനിക്കും. പുതിയ അതിഥികൾ കുടുംബത്തിലേക്ക് വരാൻ സാധ്യത കാണുന്നു. വീട് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. അധ്യാപകരുടെ പ്രശംസയ്ക്ക് പാത്രമാകും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ശാസ്ത്ര ഗണിത വിഷയങ്ങളിൽ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. കാലുകൾക്കോ പേശികൾക്കോ ചെറിയ വേദനകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. തൊഴിൽപരമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന വാരമാണിത്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അനുഭവപ്പെടുക. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങൾ മറികടക്കേണ്ടി വരുന്ന ഒരു വാരമാണിത്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ അധിക സമയം ജോലി ചെയ്യേണ്ടി വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടും. എങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രകടമാകും. ബിസിനസ്സുകാർക്ക് പുതിയ പ്ലാനുകൾ നടപ്പിലാക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. സ്വന്തമായി സംരംഭം നടത്തുന്നവർക്ക് സർക്കാർ തലത്തിൽ നിന്നുള്ള അനുമതികൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. കടം നൽകുന്നതും വാങ്ങുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നതാണ് ഉചിതം. എങ്കിലും അപ്രതീക്ഷിതമായ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കുന്നത് സമാധാനം നിലനിർത്താൻ സഹായിക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പഴയ പിണക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഈ വാരം അനുയോജ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം അലസത അനുഭവപ്പെട്ടേക്കാം. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മത്സര പരീക്ഷകളിൽ മുൻപന്തിയിൽ എത്താൻ സാധിക്കൂ. കായിക രംഗത്തുള്ളവർക്ക് കഠിനമായ പരിശീലനം വഴി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വായനയിലും എഴുത്തിലും താൽപ്പര്യം വർദ്ധിക്കും. തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകളോ ജലദോഷമോ വരാൻ സാധ്യതയുള്ളതിനാൽ തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. ആഴ്ചാവസാനം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. ബുധനാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ധാര വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യക്കാൽ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണപ്രദമായ ആഴ്ചയാണിത്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും നേതൃത്വ പാഠവും തെളിയിക്കാൻ അവസരം ലഭിക്കുന്നതുമായ ഒരു വാരമാണിത്. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ദൃശ്യമാകും. തടസ്സപ്പെട്ടു കിടന്ന പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെ ഇടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹമായ സ്ഥാനമാനങ്ങൾ ഈ ആഴ്ച ലഭിച്ചേക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും വരുമാനം വർദ്ധിക്കാനും
അനുകൂലമായ സമയമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭകരമായി തീരും. എങ്കിലും അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. മക്കളുടെ കാര്യങ്ങളിൽ സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ അതിഥികൾ വരാനോ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് സന്തോഷം നൽകും. വീടിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് പിന്തുണയും സ്നേഹവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ ഉന്മേഷം അനുഭവപ്പെടും. കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. പൊതുവെ ഉന്മേഷം നിലനിൽക്കുമെങ്കിലും ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും അംഗീകാരവും വർദ്ധിക്കും. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് അനാവശ്യ ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതോ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതോ കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കുന്ന സമ്മിശ്ര ഫലദായകമായ വാരമാണിത്. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അവ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പാടുപെടും. സഹപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ അനുകൂല മറുപടികൾ ലഭിക്കും. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ തൊഴിലിടത്ത് ഒഴിവാക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് വിപണി കൃത്യമായി നിരീക്ഷിക്കേണ്ടതായുണ്ട്. സാമ്പത്തികമായി മിതമായ ഫലങ്ങളാണ് ഈ ആഴ്ച അനുഭവപ്പെടുക. അപ്രതീക്ഷിതമായി പഴയ കടങ്ങൾ വീട്ടേണ്ടി വരുന്നത് ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഒഴിവാക്കുക. ഭൂമി ഇടപാടുകളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അപ്രതീക്ഷിതമായി വീട്ടിലെത്താൻ സാധ്യതയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചിലവാക്കേണ്ടി വന്നേക്കാം. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രകൾ നടത്താൻ പദ്ധതിയിടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായ സമയമാണിത്. ഏകാഗ്രത കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിന് കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരിശീലനത്തിന് അവസരം ലഭിക്കും. ഭാരമേറിയ ജോലികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്ന വ്യക്തികളിൽ നിന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ഗുണകരമാകും. അപരിചിതരുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതെ നോക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതും എന്നാൽ സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമായ വാരമാണിത്. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ അമിതമായ പരിശ്രമം വേണ്ടിവരും. ദൂരയാത്രകളിൽ തൊഴിൽ സംബന്ധമായ ആവശ്യമായി വരും. ജോലിയിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നത് ഗുണകരമാകും. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുമെങ്കിലും കഠിനാധ്വാനം ആവശ്യമായി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും.
പഴയ കടങ്ങൾ വീട്ടിത്തീർക്കാൻ സാധിക്കുന്നത് ആശ്വാസകരമാകും. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം കാട്ടുക. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. വീട് പുതുക്കിപ്പണിയാൻ ആലോചനകൾ നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നേക്കാം. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിടാമെങ്കിലും അവ പരിഹരിക്കപ്പെടും. കായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു. ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടവും അനാവശ്യ വാഗ്വാദങ്ങളിൽ ഇടപെടരുത്. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്രഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ഏതു പ്രതിസന്ധിയെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കുന്ന അനുകൂലമായ വാരമാണിത്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. IT മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പണികൾ പൂർത്തിയാക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം മെച്ചപ്പെടും. ബിസിനസ്സിൽ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് അനുഭവപ്പെടും. ബിസിനസ് വിപുലീകരണത്തിന് വഴിതെളിയും. വരുമാനം വർദ്ധിക്കുമെങ്കിലും കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി വലിയ തുക ചെലവായേക്കാം. ലോണുകൾ ലഭിക്കാൻ തടസ്സങ്ങൾ നീങ്ങും. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിഗതോപദേശം തേടുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ ഇടവരും. പ്രതിസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സ്നേഹിതരുമായി സമയം ചിലവഴിക്കാൻ സാധിക്കും. വീട്ടിൽ ശുഭകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. പഠനത്തിൽ മികച്ച പുരോഗതി ദൃശ്യമാകും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പ്രായോഗിക പരിശീലനത്തിന് നല്ല അവസരങ്ങൾ ലഭിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണിത്. അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദവും തോളുവേദനയും ഉണ്ടായേക്കാം. വിശ്രമം ആവശ്യമാണ്. തൊഴിൽ പുരോഗതി. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ അരുത്. വെള്ളിയാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാമ്പത്തികമായി നില മെച്ചപ്പെടും. തൊഴിൽപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് ലാഭകരമായ വാരമാണിത്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപ്രീതി വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് മുമ്പത്തെ അപേക്ഷിച്ച് കൂടുതൽ ലാഭം ലഭിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. സ്വയം സംരംഭങ്ങളിൽ നേട്ടം കൊയ്യും. പണമിടപാടുകളിൽ ലാഭമുണ്ടാകും. നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സാഹചര്യമാണ്. എന്നാൽ അനാവശ്യ യാത്രകൾ ധനനഷ്ടത്തിന് കാരണമാകും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം നല്ലതാണ്. കുടുംബത്തിൽ ചർച്ചകൾ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരമുണ്ടാകും. മംഗളകർമ്മങ്ങൾ പങ്കെടുക്കും. വീട് പണി വേഗത്തിലാക്കാൻ സാധിക്കും. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കൂ. പുതിയ കോഴ്സുകളിൽ ചേരാൻ അവസരമുണ്ടാകും. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദികൾ ലഭിക്കും. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. കാലുകൾക്ക് വേദനയോ അസ്വസ്ഥതയോ വരാൻ സാധ്യത കാണുന്നു. ധനയോഗം. വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്.
ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യുന്ന വാരമാണിത്. ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. പ്രൊമോഷനോ ശമ്പള വർധനവിനോ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഇൻ്റർവ്യൂ കോളുകൾ വരും. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ജോലിസ്ഥലത്ത് അന്തരീക്ഷം മെച്ചപ്പെടുത്തും. ബിസിനസ്സിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണം ചെയ്യും. ടൂറിസം, കയറ്റുമതി മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ സ്വീകരിക്കുന്നത് ഗുണകരമാകും. അവിചാരിതമായി പണം കയ്യിൽ വന്നു ചേരും. ഭവന വായ്പകൾക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും. പഴയ ബാധ്യതകൾ കുറയ്ക്കാനുള്ള വഴികൾ തെളിയും. ജീവിത പങ്കാളിയുമായി സഹകരണം വലിയ ആശ്വാസമാകും. ഗൃഹത്തിൽ സമാധാനം നിലനിർത്തും. കുട്ടികളുടെ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ബന്ധം ഊഷ്മളമാകും. പഠന കാര്യത്തിൽ ഉത്സാഹം പ്രകടിപ്പിക്കും. ഭാഷാ പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. റിസർച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രബന്ധങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. അറിവ് സമ്പാദിക്കാൻ പുസ്തകങ്ങൾ തേടിപ്പോകും. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാം. കരിയറിൽ ഉയർച്ച. രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയുള്ള പുരോഗതിയുടെ വാരമാണിത്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിസ ലഭിക്കാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും. ഐ.ടി., ബാങ്കിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടം ലഭിക്കും. സഹപ്രവർത്തകരുടെ സഹായം കൃത്യസമയത്ത് ലഭിക്കാൻ സാധ്യത കാണുന്നു. റിസ്ക്കുള്ള ജോലികൾ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് ടാർഗറ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ വാരം അനുയോജ്യമാണ്. ധനവരവ് തൃപ്തികരമായിരിക്കും. എങ്കിലും അനാവശ്യമായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കുക. വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി പണം ചെലവാക്കാം. ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാൻ സാധിക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. ജീവിത പങ്കാളിയുമായി സ്നേഹബന്ധം ദൃഢമാകും. കുട്ടികളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും. പ്രണയിനികൾക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കും. ഐ.ടി., എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകളിൽ വിജയിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കും. വായനയിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കും. സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടയുണ്ടാകും. അലസത ഒഴിവാക്കുക. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകൾ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പോരുരുട്ടാതി അവസാനകാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് അല്പം തടസ്സങ്ങൾ നേരിടാമെങ്കിലും ഈശ്വരവിശ്വാസത്താൽ അവയെ മറികടക്കാൻ സാധിക്കും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമല്ല. മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോൾ ഫലം കിട്ടാൻ വൈകിയേക്കാം. എങ്കിലും നിരാശപ്പെടാതെ മുന്നോട്ട് പോവുക. സഹപ്രവർത്തകരോട് വിട്ടുവീഴ്ച മനോഭാവം പാലിക്കുക. ബിസിനസ്സിൽ സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. വരവും ചെലവും ഒത്തുപോകും. അനാവശ്യമായ ബാധ്യതകൾ തലയിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമി വാങ്ങുന്നതിനായി മുൻകൂട്ടി പണം നൽകുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ സമാധാനം നിലനിർത്താൻ സാധിക്കും. കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. പഴയ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. വീട് മാറ്റത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ അല്പം പിന്നോക്കം പോകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ഗുണഫലം:
ഈശ്വരാധീനം, മുൻകോപം നിയന്ത്രിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.